ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ തിരൂർക്ക് വന്നൊക്കെ ഉണ്ടോ, നമ്മൾ ഒരു പി സി വാങ്ങാനായിട്ട് വന്നേന്നു. പിന്നെ പി സി ഇവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഫുള്ളായിട്ട് ഞാൻ കാട്ടി തരാം. ഇവിടെ ഐറ്റലിൻ്റെ ഒരു കട കണ്ടു കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ഐറ്റലിൻ്റെ, നമ്മൾ ഐറ്റലിൻ്റെ ഷോറൂമാണ് തോന്നുന്നു. ഐറ്റലിൻ്റെ എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ ഇത് ശരിയായി തരും തോന്നുന്നു. ചിലപ്പോൾ ബോക്സൊക്കെ ഉള്ള ടൈപ്പ് ഫോണൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാരായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നിറച്ചുണ്ട്. വണ്ടി സ്ഥലം നമുക്ക് വണ്ടി നിർത്തിയിടാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഫിസിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് അതൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ ഹൗസ് കാരണം കണ്ടൊരു കട കണ്ടു. കടയില്ല, അതിൻ്റെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഇവിടെ അടുത്തൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കട ഉണ്ടെന്ന് മനസ്സിലായി. ആ ഭാഗത്ത് കൂടി നേരെ പോയപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ അവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഹൗസ് എന്ന് കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് നേരെ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ ഫുള്ളായിട്ട് കാട്ടിത്തരാം കേട്ടോ. ഫുള്ള് കാഴ്ച ലാപ്ടോപ്പിൻ്റെ ഒരു ചാകര കേട്ടോ. ഇവിടെ ലാപ്ടോപ്പ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത്യാവശ്യം അടിപൊളി ലാപ്ടോപ്പൊക്കെ ഉണ്ട്. i5, i7, i3 അങ്ങനെ പല ലാപ്ടോപ്പും ഇവിടെ ഉണ്ട്. പിന്നെ i5 10ാം ജനറേഷന്, 12, 8 അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. i3 10ാം ജനറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ i3 8 ഉണ്ട്, 7 ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. i3 മുതൽ i5, i7 ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ജനറേഷനും ഉണ്ട്, 12 വരെ ഉണ്ട്. അത് കാണുന്നൊക്കെ ലാപ്പ് ഉണ്ടോ, അതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കിട്ടണം. അതുപോലെ Ryzen 3 ഉണ്ട്, Ryzen 5 ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. i3 12ാം ജനറേഷൻ ഒരു ലാപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ വില ഏകദേശം 16,000 റുപ്യ വരുന്നുണ്ട്. അതുപോലെ i5 8ാം ജനറേഷൻ ഉണ്ട്, അതിന് വരുന്നത് 18 റുപ്യ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഓരോ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പി സിക്കാണെങ്കിൽ അവിടെ ഒരു മോണിറ്ററും ഉണ്ട്. പിന്നെ മോണിറ്റർ ബോക്സ് പൊട്ടിക്കാത്ത കുറേ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. തിരൂർക്ക് നിങ്ങൾ പി സിക്കായിട്ട് വരികയാണെങ്കിൽ 1, 2, 3 കടയൊക്കെ ഉള്ളൂ. തിരൂരിന് പറഞ്ഞാൽ മൊബൈലിന് വരുന്നതുകൊണ്ട് അതോ പി സിക്ക് വലിയ വാല്യൂ ഇല്ല. പി സിക്ക് വാല്യൂ ഇല്ലാത്ത പറഞ്ഞാൽ 2, 3, 4 കട ഉള്ളൂ ഇവിടെ. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പി സി ഒക്കെ ബിൽഡ് ചെയ്ത് തരും കേട്ടോ. അത് അത്യാവശ്യം ലാഭമാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പി സി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് ബിൽഡൊക്കെ ചെയ്ത് തരും. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ഓരോ വൈഫൈ ചിപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഓല തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. സംഭവം നേക്കുണ്ട് ഇവിടെ. പിന്നെ തിരൂര് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ കൂമ്പാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് മൊബൈൽ കാണാൻ കഴിയുള്ളൂ അധികം. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്, മൊബൈലിൻ്റെ കാര്യത്തിൽ കുറച്ച് ഓവറാണ് കേട്ടോ. പല മൊബൈൽ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഐഫോൺ ആയാലും സാംസങ് ആയാലും പുതിയ ലോഞ്ച് ഫോണുകൾ വരെ ബോക്സ് പൊട്ടിച്ചത് വരെ ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് വാങ്ങുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പെടാതെ ഇരിക്കുക. 2, 3 വട്ടം ഞാൻ പെട്ടോണ്ട് ഉള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. മൊബൈലിൻ്റെ കാര്യത്തിൽ നല്ല വിലക്കുറവ് കഴിക്കാൻ കേട്ടോ. മൊബൈലിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ മൊബൈൽ ഐഫോൺ ആയാലും സാംസങ് ആയാലും ഏത് ഫോണായാലും നമുക്ക് നല്ല വില കുറവാണ്. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ വന്നിട്ടോ. റോഡ് സൈഡിൽ പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച മാർക്കറ്റിൽ വന്നതാണ്. വെള്ളിയാഴ്ച മാർക്കറ്റ് ഞങ്ങൾ വെള്ളിയാഴ്ച അല്ല വന്നിരുന്നത്, എന്നാലും കുറച്ച് റോഡ് സൈഡിൽ കുറേ വിൽക്കണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓല അടുത്തുനിന്ന് നമ്മൾ ഒരു വാച്ച് വാങ്ങാൻ നിന്നു. എല്ലാ വാച്ചും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും 200, 250 ആ ഒരു ലെവലുള്ളൂ. അതിൻ്റെ മേലെ കൂടുമൊന്നുമില്ല കേട്ടോ. സംഭവം നേക്കാണ്. 200, 250 കൂടുമൊന്നുമില്ല. അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ആ വാച്ചും കാര്യങ്ങളൊക്കെ റോളക്സ് പല കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറ്റക് ഫ്ലിപ്പിൻ്റെ ഒക്കെ പല മോഡലും കോപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് പറ്റിയതും ആൺകുട്ടികൾക്ക് പറ്റിയതും എല്ലാതും ഉണ്ട്. ആൾ നല്ല വിലയും കാര്യങ്ങളൊക്കെ കുറച്ച് തരും കേട്ടോ. നമുക്ക് ഞങ്ങൾ 250 റുപ്യേൻ്റെ സാധനങ്ങൾക്ക് 200 റുപ്യക്ക് കിട്ടി. ഒരു വാച്ച് വാങ്ങിയിരുന്നു, അത് 250 അപ്പോൾ 200 റുപ്യക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വില ഒക്കെ കുറച്ച് തരും അയാൾ. അപ്പോൾ ചിലപ്പോൾ 200 റുപ്യേൻ്റെ സാധനം ചിലപ്പോൾ 150 കിട്ടാനില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾക്ക് സ്പീക്കറിൻ്റെ ഒരു കട ഉണ്ട്. എല്ലാ സ്പീക്കറും ഉണ്ട് ഇവിടെ. JBLൻ്റെ, ബോട്ടിൻ്റെ പല സ്പീക്കറും ഇവിടെ ഉണ്ടാവും. പല മോഡലും ഉണ്ടാവും കേട്ടോ. ഇന്നിവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. മേലെ ദാർപ്പായൊക്കെ ഇട്ടിട്ടാണ് അവിടെ പരിപാടി നടത്തുന്നത്. പിന്നെ ചെരുപ്പിനൊക്കെ നോക്കിയിട്ട് ചെരുപ്പിനെ എല്ലാതും ഏതെടുത്താണെങ്കിലും 200 റുപ്യ ഉള്ളൂ. അപ്പോൾ ലാഭമാണ്. ചെരുപ്പിനൊക്കെ 150, 200 ആ ലെവലിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ബംഗാളീസും നല്ല മലയാളീസാണ് അവിടെ വിറ്റുന്നത്. പല മോഡൽ ചെരുപ്പിന് 200 റുപ്യൊക്കെ ഉള്ളൂ. അത്യാവശ്യം ലാഭമൊക്കെയാണ്. പിന്നെ ഓല് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റൂല, നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചാണെങ്കിൽ കുഴപ്പമില്ല, വീഡിയോ എടുക്കാൻ പറ്റൂല പറഞ്ഞു. അതെന്താ വെച്ചാൽ മനസ്സിലായില്ല. ചോറ് ബസാറിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഇവിടെ എൻ്റെ ഉപ്പാക്ക് പറ്റിയ നോക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോറ് ബസാറിലെ ചെന്നില്ലാത്ത അവസ്ഥയാണ്. വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പോൾ എന്താ കുഴപ്പം, മലയാളീസാണ് ഈ വർത്താനം പറയുന്നത്. എൻ്റെ അമ്മായിൻ്റെ കുട്ടി ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 2 കൂടി ഞങ്ങൾ അങ്ങനെ പി സി എടുക്കാൻ വന്നിരുന്നു. പി സി കിട്ടിയില്ല. പിന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ ഓരോന്ന് നോക്കി. പിന്നെ നമ്മളെ കൈക്കുണ്ടായിരുന്നു S21, അത് അവിടെ കണ്ടു കേട്ടോ. അങ്ങനത്തെ ഒരു S21 അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കാട്ടി കൊടുത്ത് അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വൈറ്റ് ഐഫോണിൻ്റെ അടുത്ത് കണ്ടോ, S21 അൾട്രയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ S20 അൾട്ര ഉണ്ട് കേട്ടോ. കുറേ ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല
വൃത്തിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നല്ല ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ എടുത്തോണ്ടി. ഇതാണ് S20 Ultra കേട്ടോ. S20 Ultra 100x സൂമിങ് ഒക്കെ ഉണ്ട്. S21 Ultra, S22 Ultra അങ്ങനെ പല മോഡലാണ്. പിന്നെ പഴയ ചാർജറും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് ചാർജറും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഫോൺ S21 FE അല്ലെങ്കിൽ S22 FE കേട്ടോ. ഫോണിന്റെ കാര്യത്തിൽ നല്ല ഫ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് എടുക്കണം എന്നുണ്ട് നിർബന്ധം. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചാർജർ വാങ്ങിയിരുന്നു 65 വാട്ടിൻ്റെ. അത് കേടന്നീന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് തന്നെ മാറ്റി തന്നു. 3 മാസം വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ.